നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബുറൈവി ഫീതിയിൽ സംസ്ഥാനം നാളെ പുലർച്ചയോടെ ചുഴലിക്കാറ്റ് കേരള തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത. ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. ഭരണഘടനയും കോടതിയും ഒന്നും സുരക്ഷിതമല്ലാത്ത നിലയിലാണ് പോകുന്നതെന്നും മന്ത്രി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പരത്തുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് നേതാക്കളാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചതിന് ശേഷമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി വോട്ട് അഭ്യർത്ഥിക്കുകയുള്ളൂവെന്നും ജോയ്സ് ജോർജ്. കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. ഇടുക്കി ജില്ലയിൽ ഇന്നലെ 200 പേർക്ക് കോവിഡ് ബാധ. 152 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഉറവിടമറിയാത്ത 37 കേസുകൾ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. DTPCയുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾ ദുരിതത്തിൽ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ധനകാര്യ വകുപ്പിലെ പ്രശ്നങ്ങളാണ് കാരണമെന്ന് DTPC. വാർത്തകൾ വിശദമായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറവി ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ മഴ തുടങ്ങി. ചുഴലിക്കാറ്റ് ഇന്ന് കന്യാകുമാരി തീരത്തും നാളെ പുലർച്ചയോടെ കേരള തീരത്തും എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്നലെ രാത്രി 9 ബുർവി ശ്രീലങ്കൻ തീരം തൊട്ടു. ഇന്നു മുതൽ 5 വരെ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ കനത്ത മഴ പെയ്യും. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ആരംഭിച്ച മഴ തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും വ്യാപിച്ച് തുടങ്ങി. ഇവിടങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് അതിതീവ്ര മഴ പ്രവചിക്കപ്പെട്ട കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കേന്ദ്ര ജല കമ്മീഷൻ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. ഇന്നു മുതൽ 5 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടാകും. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയേറെയാണ്. വെള്ളിയാഴ്ച പുലർച്ചെയാകും തിരുവനന്തപുരം ജില്ലയിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകുക. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ നെയ്യാറ്റിൻകരയും ഉൾപ്പെടുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആശങ്ക വേണ്ടെന്നും ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കുവാൻ പൂർണ്ണസജ്ജമാണെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. തെക്കൻ ജില്ലകളിലെ 48 വില്ലേജുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റിന് മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വേഗമാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 2 മുതൽ ഡിസംബർ 5 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ ഇന്ന് മിക്കയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു. ചെറുതോണിയിലും മൂന്നാറിലും ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 5 നാൾ. തദ്ദേശ പോര്. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന അവസ്ഥയിൽ അതിനെ മറികടക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലെന്നും ഭരണഘടനയും കോടതിയും ഒന്നും സുരക്ഷിതമല്ലാത്ത നിലയിലാണ് പോകുന്നതെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉപ്പുതറയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നരേന്ദ്രമോദി നയിക്കുന്ന ഗുരു RSS ആണ്. RSSന്റെ തിട്ടൂരമനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. പൊതുമേഖല വിറ്റുതുലച്ച കമ്മീഷൻ പിടിക്കുന്ന ദല്ലാൽ പണിയാണ് മോദിയും BJPയും കാണിക്കുന്നതെന്നും മന്ത്രി എം എം മണി ഉപ്പുതറയിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉപ്പുതറയിൽ നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഭരണഘടനയും കോടതിയും ഒന്നും സുരക്ഷിതമല്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന് നയിക്കുന്നത് RSS ആണ്. RSSന്റെ തീർച്ചയായും പ്രവർത്തിക്കും. RSSന്റെ തീർച്ചയായും അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രശ്നത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്ത് സ്വീകരിച്ച ഭ്രാന്തൻ നടപടി.
അവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ഒന്നേ ജയിലിലാണ്, അല്ല വീട്ടു തണക്കില്ലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായി കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഗുണം ചെയ്യുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്ഡൌൺ കാലയളവിൽ ഡ്രോൺ നിർമ്മിച്ച് പറത്തി ശ്രദ്ധ നേടിയ കെൽവിനെ മന്ത്രി അനുമോദിക്കുകയും പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ജെയിൻ സമ്പാടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PS രാജൻ, MJ വാവച്ചൻ, ജോസ് ഉള്ളൂപ്പാറ, LDF നേതാക്കൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പരത്തുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് നേതാക്കളാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചതിന് ശേഷമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി വോട്ട് അഭ്യർത്ഥിക്കുകയുള്ളൂവെന്നും ജോയ്സ് അടിമാലിയിൽ പറഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾക്കും കെട്ടിട ഉടമകൾക്കും അനുകൂലമായി ഈ ഗവൺമെൻറ് പരിഹരിക്കും. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പരത്തുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ്. ഈ പ്രശ്നങ്ങളുടെയെല്ലാം ആരംഭം കോൺഗ്രസ് നേതാക്കന്മാർ കൊടുത്ത പരാതിയാണ്. അവരാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ടുള്ളത്. അനധികൃതമായി നിലനിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സ്വീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാശങ്കയും ആർക്കും വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിൽ വോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചതിന് ശേഷം മാത്രമേ വോട്ട് ചോദിക്കൂ. ഇടവേള. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അടിമാലി മേഖലയിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 200 ഏക്കറിൽ യോഗം നടന്നു. യോഗം മുൻ MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഇടതുമുന്നണി ഊർജിത പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷൻ സ്ഥാനാർത്ഥി റീനി ബോബൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് 200 ഏക്കർ ഡിവിഷൻ സ്ഥാനാർത്ഥി കോയാമ്പാട്ട്, അടിമാലി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് സ്ഥാനാർത്ഥി സിനിമോൾ സുരേന്ദ്രൻ, 12ാം വാർഡ് സ്ഥാനാർത്ഥി KK രാജു എന്നിവരുടെ പ്രചരണാർത്ഥം 200 ഏക്കറിൽ യോഗം ചേർന്നു. യോഗം മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഈ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. 4.5 വർഷം കഴിഞ്ഞപ്പോൾ തുടർഭരണം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാലിളകി ഇതെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. അതിന് ഇവർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഈ എന്താ പറയുക, കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ BJPക്കും പ്രശ്നമുണ്ട്. കാരണം ഇടതുപക്ഷം അവർക്ക് ഒരു അലോസരമാണ്. CD അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LDF നേതാക്കളായ ചാണ്ടി P അലക്സാണ്ടർ, മാത്യു ഫിലിപ്പ്, TK സുദേശ് കുമാർ, PK സുധാകരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും യുവാക്കളെ അവഗണിച്ചതായി യുവമോർച്ച മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസും DYFയും നിലപാട് വ്യക്തമാക്കണമെന്നും യുവമോർച്ച നേതാക്കൾ ആവശ്യപ്പെട്ടു. യുവജനങ്ങളുടെ കഴിവും ശേഷിയും ഉപയോഗപ്പെടുത്തുന്നതിനെപ്പറ്റി വാചാലമായി പ്രസംഗിക്കുന്ന ഇടതുവലത് നേതാക്കൾ യുവജനങ്ങളോട് കടുത്ത അനീതിയും അവഗണനയുമാണ് കാട്ടിയിട്ടുള്ളത്. ഇടതുവലത് മുന്നണികളുടെ ഇത്തരം നടപടികൾക്കെതിരെ പാർട്ടിയിലെ യുവജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടെന്നും പലരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിഷ്ക്രിയരാണെന്നും യുവമോർച്ച ആരോപിച്ചു. കേരളത്തിലും സമാനമായ രീതിയിൽ ഒരു പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരണം. രാഷ്ട്രീയത്തിൽ പുതിയ തലമുറയുണ്ട്, എന്നാൽ അവർക്ക് ഇടത് വലത് മുന്നണികൾ അവസരം കൊടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെയും DYFയുടെയും ഒക്കെ ഉശിരന്മാരായിട്ടുള്ള പ്രവർത്തകർ ഉള്ള മേഖലയാണ് കട്ടപ്പന നഗരസഭ. അവരുടെ രാഷ്ട്രീയം എന്തായാലും അതിവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളപ്പോഴും തന്നെ ആ രാഷ്ട്രീയ സംഘടനയിലെ യുവജനങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രാതിനിധ്യം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെ കട്ടപ്പന നഗരസഭയിലെ യുവജന പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്കിടയിലുണ്ട്. യുവമോർച്ച പ്രവർത്തകരായ 8 പേരാണ് കട്ടപ്പന നഗരസഭയിൽ NDA സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത്.
ഇടതു വലതു മുന്നണികളിലെ യുവജന സംഘടനകൾ ഇത് കണ്ണു തുറന്ന് കാണണമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ യുവമോർച്ച ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് സനിൽ സഹദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം വൈകിരിജി നായർ, BJP ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് രതീഷ് വരകുമര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെ വോട്ട് തേടുകയാണ് രാജാക്കാട് 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ അംബിക ഷാജി. തോട്ടം തൊഴിലാളിയായ അംബിക രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പും ജോലിക്ക് ശേഷവുമാണ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കൈയിൽ ഉച്ചഭക്ഷണവും മറുകൈയിൽ അഭ്യർത്ഥനയുമായി ഈ പോകുന്നതാണ് അംബിക ഷാജി. രാജാക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുവാൻ അംബിക ഷാജിക്ക് കഴിയില്ല. കാരണം ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബ ബജറ്റിന്റെ താളം തെറ്റും. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങും. ഒരു കൈയിൽ ഉച്ചഭക്ഷണവും മറുകൈയിൽ തന്റെ അഭ്യർത്ഥനയുമായി കൂടെ 1-2 പ്രവർത്തകരും. പിന്നെ അടുത്ത പ്രദേശത്തെ വീടുകൾ കയറും. വഴിയിൽ കാണുന്നവർക്കും അഭ്യർത്ഥന നൽകി വോട്ട് തേടും. 8:30 വരെ ഇങ്ങനെ തുടരും. തുടർന്ന് ജോലിക്ക് പോകും. മറ്റുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ സമയവും ഫീൽഡ് വർക്ക് നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള പ്രചാരണ പ്രവർത്തനം പിന്നിലാക്കില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഞാൻ കർഷക തൊഴിലാളിയാണ്. എന്നും പണിക്ക് പോയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇലക്ഷനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി പ്രവർത്തനമൊക്കെ ആയിട്ട് പണിക്ക് പോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഇലക്ഷൻ വർക്ക് തുടങ്ങിയതിന് ശേഷം 3-4 ദിവസം പണിക്ക് പോയി. പ്രവർത്തകർ എല്ലാ വീടുകളിൽ കൂടെ അഭ്യർത്ഥനയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മന്ത്രി M.M. മണിയുടെ മകളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സതി കുഞ്ഞുമോനാണ് അംബികയുടെ എതിർ സ്ഥാനാർത്ഥി. പഞ്ചായത്തിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് ഇത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ജാഗ്രതയോടെ നേരിടാം. ഇടുക്കി ജില്ലയിൽ ഇന്നലെ 200 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ 11 പേർക്കും ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉറവിടം വ്യക്തമല്ലാത്ത 37 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 200 പേർക്ക് കൂടി COVID-19 പോസിറ്റീവായി. 152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 37 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 11 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,002 ഉയർന്നു. 9,769 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. 13 പേർ മരണപ്പെടുകയും ചെയ്തു. 2,220 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ മാത്രം 73 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 1 വർഷത്തോളമായി ശമ്പളം ലഭിക്കുന്നില്ല. DTPCയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ മുഖേന നിയമിച്ചിരുന്ന തൊഴിലാളികളുടെ ശമ്പളമാണ് മുടങ്ങിയിരിക്കുന്നത്. ഇടുക്കിയിലെ DTPC സെന്ററുകളായ മൂന്നാർ, രാമക്കൽമേട്, വാഗമൺ, ശ്രീനാരായണപുരം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശുചീകരണ ജോലികൾക്കായി താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരുന്നു. അതാത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും കുടുംബശ്രീ മുഖാന്തരമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ജീവനക്കാരെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇവരുടെ ശമ്പളം DTPC പഞ്ചായത്തുകൾക്ക് കൈമാറുകയും കുടുംബശ്രീ മുഖേന തൊഴിലാളികൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്തിലെ 2014 വർഷത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ് DTPCയിൽ നിന്ന് 2 ക്ലീനർമാരെ നിയമിച്ചിരുന്നത്. അവർക്ക് 2019 നവംബർ മാസം ശമ്പളം കൊടുത്തതാണ്. അതിനുശേഷം ഇതുവരെയും ശമ്പളം കൊടുത്തിട്ടില്ല. 1 വർഷമാകുന്നു. DTPCയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ധനകാര്യ വകുപ്പ് ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധ്യമല്ല, ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെടാനാണ്
ഒരു വർഷത്തോളമായി ശമ്പളം മുടങ്ങിയതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ശുചീകരണ തൊഴിലാളികൾ. കോവിഡ് പ്രതിസന്ധി മൂലം വാഹനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ദിവസേന 100 രൂപയോളം മുടക്കി ജോലിക്ക് എത്തുന്നവർ രാമക്കൽമേട്ടിലുണ്ട്. 10,500 രൂപയാണ് ഇവരുടെ മാസശമ്പളം. ഇതാണ് ഒരു വർഷമായി മുടങ്ങിയിരിക്കുന്നത്. ചില ഗ്രാമപഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്ന് തുക ക്ലീനിംഗ് ജോലിക്കാർക്കായി നൽകിയ ശേഷം പിന്നീട് DTPCയിൽ നിന്നും ലഭിക്കുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ തനത് ഫണ്ട് കുറവുള്ള പഞ്ചായത്തുകൾക്ക് ഇത് സാധ്യമല്ല. ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ് തുക ലഭിക്കാത്തതെന്നാണ് DTPC നൽകുന്ന വിശദീകരണം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. മൂന്നാർ മലനിരകളെ കമ്മലണിയിച്ചു പുള്ളിക്കാശിത്തുമ്പ. നീലക്കുറിഞ്ഞിയുടെ വസന്തകാലത്തിനു ശേഷം മൂന്നാർ മലനിരകളിലും വഴിയോരങ്ങളിലും കമ്മൽ ചാർത്തിയിരിക്കുകയാണ് പുള്ളിക്കാശിത്തുമ്പ. കമ്മലിന്റെ സദൃശ്യമുള്ളതിനാലാണ് ഇവയെ കമ്മൽ പൂവെന്ന് വിളിക്കുന്നത്. ഇംബേഷ്യസ് മറക്കുലേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ പണ്ടുകാലങ്ങളിൽ ഹൈറേഞ്ചിന്റെ അരുവിയോരങ്ങളിലും പാതയോരങ്ങളിലും മൺതിട്ടകളിലും നയന മനോഹര കാഴ്ച ഒരുക്കിയിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സസ്യം മൂന്നാർ ഗ്യാപ്പ് റോഡിന് സമീപത്താണ് വ്യാപകമായി പുഷ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നീലക്കുറിഞ്ഞി പോലെയുള്ള സസ്യങ്ങളുടെ അധികായത്വത്തിൽ അതിൻ്റെ പ്രഭ മങ്ങിപ്പോകുന്ന ഇത്തരം സസ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജൈവ പ്രകൃതിയിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റം ഇത്തരം ചെടികളെ ഇവിടെ നിന്ന് അകന്നു പോകാനായിട്ട് ഉള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഈ തണുപ്പും ഈർപ്പവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് പുള്ളിക്കാശിത്തുമ്പ. നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന് നിലനിൽപ്പിന് ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്ന പലപ്പോഴും മൃഗങ്ങളുടെയും മറ്റും കാര്യം നാം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ആകർഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ധാരാളം മഴയും തണുപ്പും ഇഷ്ടപ്പെടുന്ന ഇവ ഇടവപ്പാതി മഴക്കാലത്താണ് ധാരാളമായി പുഷ്പിക്കുന്നത്. നിരവധി സസ്യശാസ്ത്രജ്ഞർ ഇവയെക്കുറിച്ച് പഠിക്കുകയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇളം പിങ്ക് നിറത്തിലുള്ള സമൃദ്ധമായ പൂക്കളാണ് ഇവയുടെ ആകർഷണം. മൂപ്പത്തിയ വിത്തുകൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നതിനാൽ ടച്ച് മീ നോട്ട് എന്നും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട്. കാഴ്ച സൗന്ദര്യത്തിന് പുറമെ ത്വക്കുരോഗങ്ങൾ, ഉദരരോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധം കൂടിയാണിത്. ഗ്യാപ്പ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത സംവിധാനം ഇല്ലാത്തതിനാൽ സഞ്ചാരികൾക്ക് അന്യമാകുകയാണ് കാഴ്ചയുടെ ഈ വർണ്ണവസന്തം. മനുഷ്യന്റെ കടന്നുകയറ്റവും ജൈവ വ്യവസ്ഥകളിലെ വ്യതിയാനവും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മൂലം ഈ അപൂർവ സസ്യം വംശനാശ ഭീഷണിയിലാണ്. വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവ ചിത്രങ്ങളിലും പ്രകൃതി സ്നേഹികളുടെ മനസ്സിലും മാത്രമായി ചുരുങ്ങിയേക്കാം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കട്ടപ്പന നഗരത്തിൽ വില്ലേജ് ഓഫീസിനു മുമ്പിൽ മലിനജലം കെട്ടിക്കിടന്ന് സാംക്രമിക രോഗങ്ങൾക്ക് കാരണമായിട്ടും പരിഹാരം കാണാൻ നടപടിയില്ല. വെള്ളക്കെട്ട് മൂലം പാത പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മലിനജലം ഒഴുകുന്നതിനായി നിർമ്മിച്ച ഓട അടഞ്ഞതോടെയാണ് പാതയിലൂടെ ജലം ഒഴുകുന്നത്. കട്ടപ്പനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പ്രധാന സർക്കാർ ഓഫീസുകളിലൊന്നാണ് വില്ലേജ് ഓഫീസ്. ഇവിടേക്ക് എത്തുന്ന പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് വർഷങ്ങളായി. മലിനജലം ഒഴുകിപ്പോകുന്നതിനായി മികച്ച ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും മണ്ണും ചെളിയും അടിഞ്ഞ് ഡ്രെയിനേജ് പൂർണ്ണമായും അടഞ്ഞു. ഇതോടെ വെള്ളം റോഡിലേക്ക് ഒഴുകിത്തുടങ്ങി. വില്ലേജ് ഓഫീസിന് സമീപം മലിനജലം കെട്ടിക്കിടന്ന സാംക്രമിക രോഗഭീഷണിയും പ്രദേശത്ത് നിലനിൽക്കുന്നു. വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ റോഡ്, അവിടെ നിരന്തരമായി വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഈ കൊതുകുകൾ പരത്തുന്ന രോഗം ഇവിടെ കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. അത് ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്നു. മാറാ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഓട കെട്ടി അടയ്ക്കപ്പെട്ടിരിക്കുക. മുനിസിപ്പാലിറ്റി അതിനെക്കുറിച്ച് ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല. ഡേ കെയർ, വീടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ റോഡിന് ഇരുവശത്തുമായുണ്ട്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വഴിയാത്രക്കാരുടെ ദേഹത്ത് മലിനജലം തെറിക്കുന്നതും നിത്യസംഭവമാണ്. കാലം ഇത്രയായിട്ടും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്ന ആക്ഷേപവുമുണ്ട്. അടിയന്തരമായി ഡ്രെയിനേജ് സംവിധാനം പുനർക്രമീകരിച്ച റോഡിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബുറൈവി ഭീതിയിൽ സംസ്ഥാനം. നാളെ പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് കേരള തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത. ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. ഭരണഘടനയും കോടതിയും ഒന്നും സുരക്ഷിതമല്ലാത്ത നിലയിലാണ് പോകുന്നതെന്നും മന്ത്രി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പരത്തുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് നേതാക്കളാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചതിന് ശേഷമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി വോട്ട് അഭ്യർത്ഥിക്കുകയുള്ളൂവെന്നും ജോയ്സ് ജോർജ്. കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. ഇടുക്കി ജില്ലയിൽ ഇന്നലെ 200 പേർക്ക് കോവിഡ് ബാധ. 152 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഉറവിടമറിയാത്ത 37 കേസുകൾ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. DTPCയുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾ ദുരിതത്തിൽ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ധനകാര്യ വകുപ്പിലെ പ്രശ്നങ്ങളാണ് കാരണമെന്ന് DTPC. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.